ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഈ അഭിപ്രായത്തെ കാണുന്നത്? എടാ കിരൺ ബാബു, ഞാൻ പല അവസരത്തിലും സുരേഷ് ഗോപിനെ പിന്തുണച്ച ആളാണ്. ഇങ്ങനെ പന്നീർ രവീന്ദ്രന്റെയും സുധീരന്റെയും ആന്റണീന്റെ ഗണത്തിൽ ഞാൻ പറഞ്ഞപ്പോ കിരൺ ബാബു അത് ചോദിച്ചായിരുന്നു. അതെ, ഞാൻ ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ ആ നേതാക്കന്മാരുടെ ഗണത്തിലേക്ക് സുരേഷ് ഗോപിയെ കൂടി പറഞ്ഞപ്പോൾ അത് എന്റെ ലോജിക്കിന് ഒരിക്കലും യോജിക്കുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി. കാരണം ഈ സുരേഷ് ഗോപി MP ആയതോട് കൂടിയിട്ട് അയാൾക്ക് എന്തെല്ലോ തെറ്റുപറ്റിപ്പോയി. പിന്നെ കിരൺ ബാബു, ഞാൻ ഈ ബിഷപ്പിനെ ആത്മമായിട്ടല്ല ഞാൻ പറയാനുള്ളത്. ഞാൻ ഒരു മാപ്പ് പറയാൻ വേണ്ടി വിളിച്ചു. പിന്നെ ഈ പൊതുജനത്തിൽ ഞാൻ ഒരു സാധാരണക്കാരനാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ 2-3 തവണ എല്ലാ പ്രേക്ഷകരും കേരളത്തിന്റെ ഉള്ളിലും പുറത്തും ഇന്ത്യക്ക് വെളിയിലും 10,000 ആൾക്കാരെ കാണുന്ന പരിപാടിയാണ്. എല്ലാ ആൾക്കാരും കൂടി ഞാൻ മാപ്പ് ചെയ്ത് ഞാൻ ഒരു 3 പ്രാവശ്യം ഞാൻ മദ്യപിച്ചുകൊണ്ട് ഈ പൊതുജനെ വിളിക്കാൻ റെഡിയായിട്ടുണ്ട്. അത് അങ്ങേയറ്റം തെറ്റത്തായി പോയിരുന്നു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കണമെന്നും ഈ മൊത്തം പ്രേക്ഷകരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിനെ മാനസികമായിട്ട് കുറെ വിളിക്കാൻ കുറെ അവസ്ഥയായി. ഭയങ്കര ടെൻഷനാണ്. ഞാൻ കുറച്ച് ട്രാക്ക് മാറി ഓടിപ്പോയി കുറച്ച് ദിവസം. അത് മാറി നേരെയാക്കി. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രമേ ഇന്ന് വിളിച്ചത്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഒന്നും കൂടെ പറയുന്നത്, 2017 മുതൽ ഈ പൊതുവെ തുടങ്ങിയ കാലം മുതൽ അന്ന് രാവിലെ 7:15-നും 4:30-ക്കും രാത്രി 8 മണിക്കും രാത്രി 9:00-ക്കും ഈ 4 തവണയും വിളിച്ച ആളാണ് ദാസൻ കണ്ണൂർ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എല്ലാ മൊത്തം ആൾക്കാരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ തെറ്റുപറ്റിപ്പോയി. എന്റെ ജീവിതം ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ ഏറ്റവും തെറ്റായി പറ്റി കേൾക്കുമ്പോൾ മാപ്പ് ചോദിക്കുന്നു. എന്റെ കറക്റ്റിൽ വെക്കും. ശരി, താങ്കളുടെ ഒരാൾ ഒരു തെറ്റ് പറ്റി അത് അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി തന്നെ അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരു തിരുത്തില്ല. ഒരാൾ ഒരു തെറ്റ് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തിരുത്തും. വളരെ മാതൃകാപരമായ പ്രവർത്തനം, അഭിപ്രായങ്ങളൊക്കെ വളരെ ആർജവത്തോടു കൂടി പറയുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ് ദാസൻ കണ്ണൂർ. എന്തായാലും താങ്കൾ അങ്ങനെയൊക്കെ ഇനി അങ്ങനെയാണ് വിളിച്ചിരുന്നെങ്കിൽ പോലും താങ്കൾ പലപ്പോഴും മാന്യമായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതിന് പ്രത്യേകമായ അങ്ങനെ മാന്യതയോടുകൂടിയും പക്വതയോടുകൂടിയും പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ് ദാസൻ കണ്ണൂർ. എന്തായാലും താങ്കൾക്ക് പ്രത്യേകമായ അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഇത്തരമൊരു മാതൃകാപരമായ രീതിയിലേക്കുള്ള താങ്കളുടെ ഒരു പ്രവർത്തനത്തിന് കൂടി. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ സുരേഷ് ഗോപി പറഞ്ഞതിൽ കാര്യമുണ്ടോ? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നത് സ്ലിപ്പ് ഓഫ് ദ ടങ്ക് എന്ന് പറയുന്ന നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സംഭവിച്ചതാണ് സുരേഷ് ഗോപിക്ക്. ഒരു സത്യം പുറത്തേക്ക് വന്നു. പക്ഷെ ആ സത്യത്തിനെ സാധൂകരിക്കുന്ന 1-2 കാര്യങ്ങളോട് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ടിവിയിൽ കേട്ട അറിവ് ശരിയാണെങ്കിൽ പിണറായി വിജയനും പ്രധാനമന്ത്രിയും നേർക്ക് നേരെ ഒറ്റയ്ക്കാണ് ചർച്ച നടത്തിയതെന്ന് എവിടെയോ ഞാൻ സ്ക്രോൾ ചെയ്ത് കണ്ട പോലെ തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പോകുമ്പം ചീഫ് സെക്രട്ടറി കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഉണ്ട്. പിന്നെ നമ്മൾ കുറെ ലക്ഷങ്ങൾ മുടക്കി ഒരാളെ KV തോമസിനെ അവിടെ ജോസഫ്, പിന്നെ ഇത് എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരോട്ടൊക്കെ ചർച്ച നടത്തുന്ന സമയത്ത് അവർ ഒറ്റയ്ക്കും ചർച്ച നടത്താറുണ്ട്. അത് ഇപ്പോഴുണ്ടായ ഒരു പതിവൊന്നുമല്ല. നേരത്തെയുമൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കാണും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കാറുണ്ട്. ഒരു പദ്ധതിയൊക്കെ സംബന്ധിച്ചും അങ്ങനെ പല ചർച്ചകളും ഔദ്യോഗിക ചർച്ചകളുടെ ഭാഗമായി അനൗദ്യോഗികമായി അത്തരം ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് എന്താണ് പറഞ്ഞതെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട ഒരു കാര്യമാണോ ഒന്നും പറയാൻ കഴിയില്ല. ഇത് മോശപ്പെട്ട കാര്യമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. അതായത് ബഹുമാനപ്പെട്ട കിരൺ 1-2 പ്രാവശ്യം റെഫർ ചെയ്തു. CPM-നെയും അതുപോലെ പിണറായി അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒക്കെ ED പുറകെ നടന്ന് കേസ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു. മറ്റു മുഖ്യമന്ത്രിമാരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷത്തുള്ളവരെ പിടിച്ച് ജയിലിലിട്ടപ്പം ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും വളരെ തെളിവോടുകൂടി അദ്ദേഹത്തിന്റെ പല കേസുകളിൽ പെട്ടിട്ടും മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കേസ് താങ്കൾക്ക് അറിയാവുന്ന, ഞാനൊരു പാർട്ടിക്കാരെന്നുള്ളല്ലോ ഒരു പക്ഷം ചേർന്ന് പറയല്ല, ഈ പണം വാങ്ങിച്ചിരിക്കുന്നത് അതിന്റെ വിവരങ്ങളൊക്കെ അറിയാം. അവരെയും ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഇനി തയ്യാറാകുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞതും ഈ അയ്യപ്പനെ, അതായത് താങ്കൾ പറഞ്ഞതിൽ ചെറിയൊരു സാങ്കേതിക പിഴവ് കൂടി ഇടയിലുണ്ട്. അത് ഒന്നുകൂടി ശ്രദ്ധിക്കുമല്ലോ എന്നുകൂടി ചൂണ്ടിക്കാണിക്കാൻ. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. ശ്രീ ജയകുമാർ തിരുവനന്തപുരം, വളരെ വേഗത്തിൽ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഈ സുരേഷ് ഗോപി പറഞ്ഞത് സത്യമല്ലേ സാറേ? ഏത് ഘട്ടത്തിലും താങ്കൾ പറഞ്ഞോളൂ.
പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്ന് പറഞ്ഞതാണ്, മൂന്നാം പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ നടക്കുന്നത്, അവിടെ സ്വർണ്ണക്കൊള്ളയല്ലേ നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ ഒന്ന് പറഞ്ഞതാണ്. എന്നിട്ടൊരു നടപടി എടുക്കാതെ സാർ നേരത്തെ ആരുടെ ചോദിച്ചു എന്തെല്ലാം കേസ് കേന്ദ്രം എടുത്തു എന്ന്. എന്തെല്ലാം കേസ് എടുത്തു? ഏതെങ്കിലും കേസിലൊരു നടപടിയുണ്ടോ? അവർക്ക് ആവശ്യം 2 സീറ്റാണ്. അത് എന്തായാലും നമ്മളെ മുഖ്യമന്ത്രി തയ്യാറായി കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ തന്നെ കോൺഗ്രസിന്റെ 85,000 വോട്ട് കുറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് മൾക്കാട്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ട് BJPക്ക് എടുത്തപ്പോൾ അയാൾ ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കുത്തിക്കൊടുത്തതാണ്. അല്ലാതെ എല്ലാം കോൺഗ്രസ്സുകാർ കൊണ്ട് നേരെ കുത്തിക്കൊടുത്തതല്ല. അവിടെ നല്ല വർക്ക് തന്നെയാണ് നടത്തിയത്. അപ്പൊ ഈ പ്രധാനമന്ത്രി ഇത് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞാണെന്നും സുരേഷ് ഗോപി സത്യസന്ധനാണെന്നും അങ്ങനെയല്ല, സുരേഷ് ഗോപി പറയുന്നതിന് അത്ര ഗൗരവമായൊന്നും കാണേണ്ടതില്ല എന്ന് പറഞ്ഞവരും രാഷ്ട്രീയമായി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് കേരള രാഷ്ട്രീയത്തെ കൂടി വളരെ ചർച്ചയായി വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. സുരേഷ് ഗോപി അല്ലാതെ മറ്റേതെങ്കിലും BJP നേതാവായിരുന്നു ഇത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വലിയ ചർച്ചകൾ കൂടി ആയാൻ സാധ്യത കൂടി ഉണ്ടായിരുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മളിന്ന് ചർച്ച